തുറിച്ചുവെച്ച കണ്ണുകൾ, തീർത്തും അലക്ഷ്യമായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൈകാലുകൾ, ഇടയ്ക്കിടെ ഭാരത്താൽ കുനിഞ്ഞു പോകുന്ന പോലെ താഴ്ന്നു പോകുന്ന തല, വീണ്ടും ഭീതിയാലുള്ള തുറിച്ചുനോട്ടം. ആ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം അയാൾ അനുഭവിച്ചു തീർത്ത പീഡനങ്ങൾ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിതനായ ഫലസ്തീൻ യുവാവിൻ്റെ ഈ ഒരു ചിത്രം പുറത്തു വന്നതോടെ ലോകമൊരിക്കൽ കൂടി ഗോണ്ടനാമോ എന്ന കൊടിയ ക്രൂരാനുഭവങ്ങളെ ചികയുകയാണ്. ഓർക്കുന്നില്ലേ ഗോണ്ടനാമോ? നിരപരാധികളുടെ മേൽ അഴിച്ചുവിട്ട പൈശാചികതയുടെ പ്രതീകമായ ഗോണ്ടനാമോ. പേരിൽ പോലും ഭീകരമായ പീഡനപർവങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഗോണ്ടനാമോ. ഹിറ്റ്ലറുടെ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ വെല്ലുന്ന ക്രൂരതകളാണ് ഇവിടെ അരങ്ങേറിയിരുന്നത്. ഭീകരവാദം ഒരു മുസ്ലിം കുറ്റകൃത്യമാണെന്ന് ചരിത്രത്തിൽ ചിത്രീകരിച്ച ഇരുണ്ട തടവറ. കറുത്ത തുണികളാൽ കൊട്ടിയടച്ച് മറച്ചുവെച്ച ജനലുകളുള്ള മുറിയിൽ പ്രകാശത്തിൻ്റെ ഒരു കണിക പോലും കടന്നു വരാനാവാത്ത വിധം അടച്ചുപൂട്ടിയ തടവറ. മരം കൂച്ചുന്ന തണുപ്പിൽ പൂർണ്ണ നഗ്നരായാണ് അവിടെ മനുഷ്യരെ പാർപ്പിച്ചിരുന്നത്. കൈകൾ തലക്ക് മുകളിലായി ഉയർത്തിപ്പിടിച്ച് ജയിൽ കമ്പികളോട് കൂട്ടിക്കെട്ടിയിരുന്നു. ജയിൽ പുള്ളികളെ ഉറങ്ങാൻ അനുവദിക്കാതെ എപ്പോഴും ഉയർന്ന ശബ്ദത്തിൽ പാട്ട് വെക്കുക, സിഗരറ്റ് കത്തിച്ച് തടവുപുള്ളികളുടെ ശരീരത്തിൽ വെക്കുക, പൂർണ്ണ നഗ്നരാക്കി ശരീരത്തിലേക്ക് ഹോസ് വഴി ശക്തിയായി വെള്ളമടിക്കുക, തണുത്ത ജയിലറകളിൽ ആളുകളെ നഗ്നരാക്കി കിടത്തുക. അങ്ങനെ മർദ്ദനമുറകൾ നിരവധി. ഫലസ്തീനിൽ ഇസ്രായേൽ തടവിലാക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന കൊടും ക്രൂരതകൾ കുപ്രസിദ്ധ US തടവറയായ ഗോണ്ടനാമോയെ വെല്ലുന്നതാണെന്നതിൻ്റെ സത്യസാക്ഷ്യമാവുകയാണ് ഗസ മുനമ്പിൽ നിന്ന് സയനിസ്റ്റ് സേന അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തിനു ശേഷം വിട്ടയച്ച ബദർ ദഹ്ലാൻ എന്ന ഫലസ്തീനി യുവാവ്. കൊടും പീഡനങ്ങളുടെ ഒരു മാസത്തിനൊടുവിൽ മനോനില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് ആ 29-കാരൻ. ഗോണ്ടനാമോ ഇരകൾ തന്നെയാണ് തങ്ങൾ അനുഭവിച്ചതുപോലുള്ള ക്രൂരതകളാണ് ബദറിൻ്റേതുമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത്. ബദറിൻ്റെയും മറ്റു ചിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് US തടവറയിൽ അനുഭവിച്ച കൊടും ക്രൂരതകളുടെ കടുത്ത ഓർമ്മകൾ തിരയടിക്കുകയാണ് മനസ്സിൽ. ഗോണ്ടനാമോ ഇരയായ അസദുല്ലാഹ് ഹാറൂൻ പറയുന്നു, അടിച്ചമർത്തലിൻ്റെ അതിനികൃഷ്ടമായ അവസ്ഥയാണിത്. നിങ്ങൾ ഒരിക്കൽ ഭീകരവാദിയെന്ന് മുദ്രകുത്തപ്പെട്ടാൽ ഒരു തരത്തിലും നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ല. ഒരു സംശയവുമില്ല, അത് അതേ സംഭവം തന്നെയാണ്. അന്ന് ഞങ്ങളെ പീഡിപ്പിച്ചതുപോലെ തന്നെയാണ് ഇസ്രായേൽ അവരെ പീഡിപ്പിക്കുന്നത്. അമേരിക്കക്കാർ ഈ പീഡനമുറ ഉണ്ടാക്കി, ഇസ്രായേൽ അത് പ്രാവർത്തികമാക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോചിതനാവാത്ത ഭീതിക്കയത്തിൽ നിന്ന് ഹാറൂൻ പറയുന്നു. 2007 അറസ്റ്റിലായി ഹാറൂൻ നീണ്ട 16 കൊല്ലക്കാലമാണ് യാതൊരു കുറ്റവും ചുമത്താതെ ക്യാബയിലെ ഗോണ്ടനാമോ തടവറയിൽ കഴിഞ്ഞത്. 2021 ഇയാൾ മോചിതനായി. താൻ അനുഭവിച്ച രീതിയിലുള്ള പീഡനങ്ങൾ തന്നെയാണ് ഇസ്രായേൽ തടവറകളിൽ ഫലസ്തീനികൾ അനുഭവിക്കുന്നതെന്ന് സംശയമേതുമില്ലാതെ ഹാറൂൻ ആവർത്തിക്കുന്നു. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദിവസങ്ങളിലേതിന് സമാനമായ അവസ്ഥയാണിത്. നിന്നിടത്ത് നിർത്തി അടിക്കുകയായിരുന്നു എന്നെ അവർ ഇരിക്കാൻ അനുവദിച്ചിരുന്നില്ല. എങ്ങാനും ഇരുന്നു പോയാൽ വീണ്ടും അടിയായി, പിന്നെ എഴുന്നേൽക്കാനാവില്ല. ഉറങ്ങാൻ അനുവദിക്കാതെ ദിവസങ്ങളോളം ആക്രമിച്ചു. പല തടവുകാരെയും നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ചു. ഞങ്ങൾക്ക് വളരെ പരിമിതമായ വൈദ്യസഹായം മാത്രമാണ് കിട്ടിയിരുന്നത്. ശാരീരിക പീഡനം വളരെയേറെയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു വ്യത്യസ്ത രൂപങ്ങളിലുള്ള മാനസിക പീഡനം. ഫലസ്തീനിലും ഗോണ്ടനാമോയിലും ബഗ്രാമിലും അബൂ ഖുറൈബിലും തടവുകാരെ പീഡിപ്പിക്കുന്നത് ഒരുപോലെയാണെന്ന് ഞാൻ കരുതുന്നുവെന്നും തൻ്റെ ഭീകരനാളുകൾ ഹാറൂൻ അൽ ജസീറ ലേഖകനായ ഉസാമ ബിൻ ജാവേദിനോട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. മറിച്ചല്ല ഫലസ്തീനിലെ ബദർ ദഹ്ലാന്റെ അവസ്ഥ. സംസാരിക്കാൻ പാടുപെടുന്ന ഇയാൾ തടവിലായിരിക്കുമ്പോൾ സംഭവിച്ചത് അങ്ങേയറ്റത്തെ ഭയപ്പാടോടെയാണ് വിവരിക്കുന്നത്. തന്നെ അടച്ചിരുന്ന ഇസ്രായേൽ ജയിലിനെ പേടി സ്വപ്നമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ എന്നെ ജയിലിൽ വെച്ച് അടിച്ചു. തല താഴ്ത്തി ഇരിക്കാനും മേലോട്ട് നോക്കാതിരിക്കാനും പറഞ്ഞു. കാരണം അവൻ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എങ്ങനെയെന്ന് അറിയില്ല. എനിക്കത് നിങ്ങളോട് വിവരിക്കാൻ കഴിയില്ല. അവരെന്നെ തല്ലി, കാലുകൾ ഒടിച്ച് വെട്ടാൻ പോയി. ഞാൻ പേടിച്ചുപോയി. തൻ്റെ പല വാചകങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ ദഹ്ലാൻ വിറക്കുന്നു. കൈത്തണ്ടക്ക് ചുറ്റുമുള്ള മുറിവുകളും കാണിച്ചു. അൽ അഖ്സ രക്തസാക്ഷി ആശുപത്രിയിലാണിപ്പോൾ ദഹ്ലാൻ. ഒരു മാസത്തിനുള്ളിൽ ബദർ ദഹ്ലാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ആഘാതങ്ങൾക്കിരയായിരിക്കുന്നു.
മോചിപ്പിക്കപ്പെട്ട ചില തടവുകാർ മരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചെറുപ്പക്കാരുടെ സ്ഥിതി ഇങ്ങനെയെങ്കിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, വയോധികർ, നിത്യരോഗികൾ എന്നിവരുടെ അവസ്ഥ ഊഹിക്കാനാകുമോ? ഇതേക്കുറിച്ച് ഒരാൾ എക്സിൽ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു യുവാവിൻ്റെ രൂപവും വ്യക്തിത്വവും മാറ്റാൻ വെറും 30 ദിവസം മതി. അധിനിവേശ ജയിലുകളിൽ ഫലസ്തീൻ തടവുകാരോട് കാണിക്കുന്ന അനീതിയുടെ കഥയാണ് ബദർ കാണിച്ചു തരുന്നത്. മറ്റൊരാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ്: കുറ്റം ചുമത്താതെ 3 വർഷത്തോളം ഗോണ്ടനാമോയിൽ തടവിലിട്ട മനുഷ്യാവകാശ അഭിഭാഷകനാണ് അഫ്ഗാനിലെ മൊസാം ബെഗ്. ഗസയും ഗോണ്ടനാമോയും തമ്മിൽ വ്യക്തമായ സാമ്യമുണ്ടെന്ന് ബെഗും പറയുന്നു. 2 പതിറ്റാണ്ട് മുൻപ് ആദ്യം അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം ജയിലിലും പിന്നീട് ഗോണ്ടനാമോയിലും തനിക്ക് സംഭവിച്ചതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. എന്നെ നഗ്നനാക്കി മർദ്ദിച്ചു, മറ്റ് തടവുകാരുമായി ഇടകലർത്തി. അമേരിക്കൻ പട്ടാളക്കാർ തടവുകാരെ കൊലപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. തടവുകാരെ ദുരുപയോഗം ചെയ്യുന്നതിന് സാക്ഷിയായെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ ജയിലുകളിൽ 9500 രാഷ്ട്രീയ തടവുകാരിൽ 3500-ലധികം ഫലസ്തീനികൾ ഒരു കുറ്റവും ചുമത്താതെ തടവിലാക്കപ്പെട്ടവരാണ്. ഒക്ടോബറിൽ ഗസയ്ക്കെതിരായി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയിട്ടുണ്ട്. അതിനുശേഷവും നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുറ്റം ചുമത്താതെയായിരുന്നു അറസ്റ്റ്. അഭിഭാഷകരെ പോലും കാണാൻ അനുവദിക്കാത്ത അനിശ്ചിതകാല തടവും. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ നിറവേട്ട തുടങ്ങിയ ശേഷം 54 ഫലസ്തീനികൾ ജയിലുകളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഗസയിലെ തടവുകാരുടെയും മുൻ തടവുകാരുടെയും കമ്മീഷൻ പുറത്തുവിട്ടത്. കൂട്ടമായി തടവിലിടൽ, തടവുകാരെ ദുരുപയോഗം ചെയ്യൽ, ഫലസ്തീനികളുടെ നിർബന്ധിത തിരോധാനം എന്നിവ സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഫലസ്തീനിലെ UN മനുഷ്യാവകാശ ഓഫീസ് പറയുന്നു. വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ഫലസ്തീൻ തടവുകാരെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങൾ ഏപ്രിൽ അവസാനത്തിൽ ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. നിരന്തരമായി അടിക്കൽ, തടവുകാരെ നായ്ക്കളെ വെച്ച് ആക്രമിക്കൽ, ഇസ്രായേൽ പതാകയിൽ ചുംബിക്കാൻ നിർബന്ധിതരാക്കൽ, മുഹമ്മദ് നബിയെ ശപിക്കാൻ നിർബന്ധിതരാക്കൽ എന്നിവയടക്കം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. 10 തടവുകാർ പങ്കിട്ട സെല്ലിലെ ടോയ്ലറ്റിലേക്കുൾപ്പെടെ വെള്ളം നിഷേധിക്കുക, വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുക, നഗ്നരാക്കി മർദ്ദിക്കൽ, വേണ്ടത്ര ഭക്ഷണം നൽകാതിരിക്കൽ തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾക്കൊപ്പം ലൈംഗികാതിക്രമങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്.